രാവിലെ തൊട്ട് തുടങ്ങിയ ജലദോഷമാണ് കേട്ടോ. ഇതുവരെ ഒരു കുറവുമില്ല. എൻ്റെ കണ്ണൊക്കെ ആണെങ്കിൽ ഇതാ ചുമന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമുക്ക് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കൂടെ പോകണം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വേഗം ആവിയെല്ലാം പിടിച്ച് ഇതാ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ഉദ്ഘാടന പരിപാടിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് ഉദ്ഘാടനത്തിനായി എത്തുന്നത്. ഉദ്ഘാടന പരിപാടിക്കൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിച്ച കുട്ടികളെ ആദരിക്കൽ കൂടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ചുട്ടു പൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. എങ്ങനെയൊക്കെയോ അവിടെ നടന്നെത്തിയെന്ന് തന്നെ പറയണം. അവിടെ വെച്ച് ഞാൻ കണ്ടതാണ് കേട്ടോ ഒരു കൊച്ചു മിടുക്കിയെ. എല്ലാവരോടും പെട്ടെന്ന് ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഇണങ്ങും. അപ്പോൾ എന്നോടും കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 3 മണിക്ക് തുടങ്ങാനിരുന്ന പരിപാടി എല്ലാം തുടങ്ങി വന്നപ്പോൾ ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു. ഒരു ഉദ്ഘാടന ചടങ്ങ് എന്നതിലുപരി ആദരിക്കലും അതിനോടൊപ്പം തന്നെ കൊച്ചു കുട്ടികൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണ വിതരണം കൂടി ഇതിനോടകം തന്നെ അവർ നടത്തുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു അത്. ആദ്യത്തെ കാര്യം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. രണ്ടാമത്തത് നമ്മുടെ നിയമസഭാ സ്പീക്കറുടെ കയ്യിൽ നിന്നും ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്കേറെ സന്തോഷവും അതിലുപരി അഭിമാനമുള്ള നിമിഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന്. ഇനിയിപ്പോൾ ഇതെൻ്റെ മനസ്സിൽ എന്നും നല്ല ഒരു ഓർമ്മയായിട്ട് തന്നെ നിലകൊള്ളും. ഇതാണ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ട്രോഫി. അപ്പം നമുക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ പായസം തന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പരിപ്പ് പായസമായിരുന്നു എന്ന്. അതിന് ശേഷമായിരുന്നു കുട്ടികൾക്ക് ബാഗ് വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാ കുട്ടികൾക്കും ബാഗൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പം അവരും ഹാപ്പിയായി. അപ്പോൾ എന്താണെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോരുന്നു.